വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങയൊക്കെ നന്നായിട്ട് കിട്ടുന്ന സമയമാണ്. അപ്പം മാങ്ങ കൊണ്ട് തന്നെയുള്ളൊരു ഐസ്ക്രീം തയ്യാറാക്കാമെന്ന് കരുതി. ഇത് നമുക്ക് ക്രീമോ ബീറ്ററോ ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഈ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 2.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നമ്മുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഐസ്ക്രീം ആയതുകൊണ്ട് അത്യാവശ്യം മധുരം വേണം. പിന്നെ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലോറിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാലും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോൺഫ്ലോർ ഈ പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടില്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ മൊത്തം ഒരു 3 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓണാക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ കോൺഫ്ലോറൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് ഈ പാലൊന്ന് നന്നായിട്ട് തിക്കായിട്ട് വരുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ പാല് കുക്ക് ചെയ്യുന്ന സമയത്ത് തീ ഏറ്റവും കുറവിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ പാല് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ കോൺഫ്ലോർ മര്യാദക്ക് കുക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് തീ ഏറ്റവും കുറവിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് കുക്കായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ മാങ്ങയുടെ ഐസ്ക്രീം ആയതുകൊണ്ട് വാനില എസൻസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരണം. അപ്പോൾ ഇത് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഈ വലിപ്പത്തിലുള്ളൊരു മാങ്ങ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഐസ്ക്രീമൊക്കെ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത നല്ല മധുരമില്ല നാരൊന്നും ഇല്ലാത്ത മാങ്ങ എടുക്കാൻ നോക്കാം. ഇനി നമുക്കിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലോറിൻ്റെ മിക്സിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോറിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ മാങ്ങൊക്കെ നന്നായിട്ടൊന്ന് അടിഞ്ഞു വരുന്ന വരെ നമുക്കിത് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങൊക്കെ നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് തന്നെ അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് മൂടിങ്ങായിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു 2 മണിക്കൂർ കൂടി ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ആദ്യത്തേലും കുറച്ചും കൂടി നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പം ഞാനിത് 1 മിനിറ്റോളം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് വെച്ചൊന്ന് റാപ്പ് ചെയ്തിട്ട് അടച്ച് വെക്കുക. അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് കവർ ചെയ്തിട്ട് അടച്ചു മുടിങ്ങായിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഐസിൻ്റെ ക്രിസ്റ്റൽസ് ഒന്നും അങ്ങനെ പിടിക്കില്ല. അപ്പോൾ നമുക്കിനി ഇതൊരു 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഈ കവർ ഇട്ട് കൊടുത്ത കാരണം ഇതുമ്മലാണ് ഐസൊക്കെ പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്കൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്